40 പേരടങ്ങുന്ന സംഘത്തിൽ നിന്ന് 15 വയസ്സുകാരിയെ കാണാതെയായിരിക്കുന്നു. ചിക്കമംഗളൂരുവിലെ മലനിരകളിൽ വിനോദയാത്രക്കെത്തിയ പെൺകുട്ടിയെയാണ് കാണാതെയായിരിക്കുന്നത്. നമുക്കറിയാം, സൂപ്പർ ശരണ്യ എന്നൊക്കെ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച ശരണ്യയെ മലനിരകളിൽ നിന്ന്, തടിയന്റെ മോൾ മലനിരകളിൽ നിന്ന് കണ്ടെത്തി ദിവസങ്ങൾ പിന്നിട്ടിരിക്കെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് ഏറെ ആശങ്കയുണ്ടാക്കുന്നു ജനങ്ങൾക്കിടയിലും എല്ലാവർക്കും ഇടയിലും. കാരണം ഈ മലനിരകളിൽ ട്രക്കിങ്ങിന് പോകുന്ന ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നത്, എന്താണ് മലനിരകൾക്കുള്ളിൽ, കാടുകൾക്കുള്ളിൽ, കാടിന്റെ വനാന്തരങ്ങൾക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത്? പെട്ടെന്ന് കൂട്ടത്തിൽ നിന്ന് ഒരാൾ അപ്രത്യക്ഷയാവുകയാണ്. പിന്നീട് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവർ വീണ്ടും തിരിച്ചു വരികയാണ്. അവരെ കണ്ടെത്താനുള്ള സംഘങ്ങളൊക്കെ പുറപ്പെടുന്നു, അവർ തിരച്ചിൽ നടത്തുന്നു, അവരെ തിരിച്ചു കൊണ്ടുവരുന്നു. ഇതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ളത്. മലമ്പുഴയിൽ കണ്ടിട്ടുള്ള ബാബുവിന്റെ കാര്യവും നമ്മൾ വിസ്മരിക്കരുത്. ബാബു പക്ഷേ മറ്റു പല കാരണങ്ങളുണ്ട്. മലമുകളിൽ കുടുങ്ങിയതാണ്. ആർമി എത്തി ബാബുവിനെ തിരിച്ചു കൊണ്ടുവരികയും ഒക്കെ ചെയ്തു. അത് മറ്റൊരു വിഷയം തന്നെയാണ്. പക്ഷേ ഏറ്റവും അടുത്ത് നടന്നതാണ് ശരണ്യയുടെ കാര്യം. ശരണ്യ തടിയന്റെ മോൾ മല നിരകളിലേക്ക്, കാടുകൾക്കുള്ളിലേക്ക് കയറി പോവുകയും 15 പേരടങ്ങുന്ന ഒരു സംഘത്തിൽ നിന്ന് കൂട്ടം തെറ്റി പോവുകയുമാണ് ചെയ്തത്. ഈ കൂട്ടം തെറ്റിപ്പോയ ശരണ്യ തിരിച്ചു വരുമ്പോൾ പതിവിലേറെ എനർജിയിലാണ് സംസാരിച്ചിരുന്നത് എന്നുള്ളതാണ് നമ്മളെയൊക്കെ ആകെ അങ്ങ് ഞെട്ടിച്ചു കളഞ്ഞ കാര്യം. പക്ഷെ നോക്കൂ, ഈ ചിക്കമംഗളൂരുവിലെ മലനിരകളിൽ വിനോദയാത്രയ്ക്കെത്തിയ ശ്രീനന്ദ എന്ന് പറയുന്ന പെൺകുട്ടി, വെറും 15 വയസ്സാണ് ഈ പെൺകുട്ടിക്കുള്ളത്. ഈ പെൺകുട്ടിയാണ് കാണാതെയായിരിക്കുന്നത്. നമുക്കറിയാം, ശരണ്യ പോയത് 15 പേരടങ്ങുന്ന ഒരു സംഘത്തോടൊപ്പമാണെങ്കിൽ ഈ പെൺകുട്ടി പോയത് 40 പേരടങ്ങുന്ന ഒരു സംഘത്തോടൊപ്പമാണ്. അതും കുടുംബമടങ്ങുന്ന വൻ സംഘമാണിത്. ഈ സംഘത്തിനിടയിൽ നിന്നാണ് ഈ പെൺകുട്ടിയെ കാണാതെയായിരിക്കുന്നത്. പാലക്കാട് കടമ്പഴിപ്പുറത്തെ രമേശന്റെ മകളാണ് ശ്രീനന്ദ എന്ന് പറയുന്ന പെൺകുട്ടി. അപ്പോ കാണാതെയായി മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞു. ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് കാണാതെയായിരിക്കുന്നത്. ഈ കാണാതായ വാർത്ത പുറം ലോകം അറിയുമ്പോഴേക്കും ഏറെ ആശങ്കയാണ്. ഇനി എന്താണ് സംഭവിക്കുക, എന്താണ് ഈ കുട്ടിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്താണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആശങ്കകൾ അങ്ങനെ മുൾമുനയിൽ നിൽക്കുകയാണ് സമൂഹം ഒന്നടങ്കം. എങ്ങനെയാണ് ഈ 40 പേരടങ്ങുന്നവർക്കിടയിൽ നിന്ന് ഈ പെൺകുട്ടിയെ കാണാതെ ആയത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യമായിട്ട് അവശേഷിക്കുന്നത്. അപ്പോൾ ചൊവ്വാഴ്ച വൈകിട്ടോടുകൂടി ബാബ ബുഡാൻ ഗിരിക്കുന്നിലെ മാണിക്കധാര വെള്ളച്ചാട്ടം കാണാനായിട്ടാണ് ഇവരെത്തുന്നത്. ബാബ ബുഡൻ ഗിരിക്കുന്നിലെ മാണിക്കധാര വെള്ളച്ചാട്ടം കാണാനെത്തിയ ഈ കുടുംബം അങ്ങനെ ആ വെള്ളച്ചാട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ് ശ്രീനന്ദയെ പെട്ടെന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ശ്രീനന്ദയെ കാണാതാകുന്നത്. വൈകിട്ട് 5:30 കൂടിയാണ് ഈ പെൺകുട്ടിയെ കാണാതെയാകുന്നത്. മൂടൽ മഞ്ഞും വെളിച്ചക്കുറവും ഒക്കെ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോഴും എങ്ങനെ എന്നുള്ളത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് ആ ദുരൂഹത നിലനിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ മൂടൽ മഞ്ഞും വെളിച്ചക്കുറവും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം വരികയാണ്. വൈകിട്ടാവുന്നു, 5:30 ആകുന്നു. പെട്ടെന്ന് കൂട്ടത്തിലുള്ളവർ നോക്കുമ്പോൾ തങ്ങളുടെ കൂട്ടത്തിലുള്ള ശ്രീനന്ദയെ കാണുന്നില്ല. ആകെ അവർ പരിഭ്രാന്തരാകുന്നുണ്ട്. അങ്ങനെ പരിഭ്രാന്തരായി അവർ ചുറ്റുമെല്ലാം അവിടെ എല്ലായിടത്തും നോക്കുകയാണ്. അങ്ങനെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല എന്നുള്ളത്, പ്രാഥമിക തിരച്ചിലുകൾ നടത്തിയിട്ടൊന്നും ഇവരെ കാണുന്നില്ല എന്ന് വന്നതോടുകൂടി പോലീസിൽ പരാതിപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. പോലീസിനെയും വനം വകുപ്പിനെയും ഒക്കെ വിവരം അറിയിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ ചിക്കമംഗളൂരു പോലീസ് സൂപ്രണ്ട് ജിതേന്ദ്രകുമാർ ദയാമയുടെ നേതൃത്വത്തിൽ വൻ സന്നാഹം തന്നെ ഈ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി മുഴുവനും ആ മേഖല മുഴുവനും അരിച്ചു വിറക്കുന്നുണ്ട് പോലീസും വനം വകുപ്പും ഒക്കെ. രാത്രി മുഴുവൻ നീണ്ടു നിന്നിട്ടുള്ള തിരച്ചിലിൽ തെർമൽ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളൊക്കെ കൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ അവിടെ നടത്തുന്നത്. അപ്പോൾ ഏറ്റവും ദുർഘടമായിട്ടുള്ള മലനിരകളും കൊടുങ്കാടും ഒക്കെ അന്വേഷണത്തിന് തടസ്സമാകുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ കൊടുങ്കാടുകൾക്കിടയിൽ കൃത്യമായ ദിശാബോധമില്ലാത്തവർ ആണെങ്കിൽ വീണ്ടും ഏറെ അപകട സാധ്യത കൂടുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പുലർച്ചെ 4:30 വരെ നടന്നിട്ടുള്ള തെർമൽ ഇമേജിംഗ് പരിശോധനയിലും ഒന്നും തന്നെ മനുഷ്യ സാന്നിധ്യം കാണിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു ഭീതിയാക്കുന്നുണ്ട്, മറ്റൊരു ആശങ്ക ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ശ്രീനന്ദയെ ഇനി വന്യമൃഗങ്ങളൊക്കെ ചേർന്ന് ആക്രമിച്ചിട്ടുണ്ടാകുമോ, അതോ എങ്ങാനും
അബദ്ധത്തിൽ കൊക്കയിലേക്ക് ഈ കുട്ടി വീണു പോയിട്ടുണ്ട്. കാരണം പരിഭ്രാന്തിയോടുകൂടി ഈ പെൺകുട്ടി മലനിരകൾക്കിടയിലൂടെ നടക്കുമ്പോൾ കാലെങ്ങാനും വഴുതി കൊക്കയിലേക്ക് വീണു പോയിട്ടുണ്ടാകുമോ? ഇതെല്ലാം വലിയ ആശങ്കയാണ്. കൊക്കയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള തിരച്ചിൽ നടത്തണം. ഇതെല്ലാം വലിയ സന്നാഹങ്ങൾ ത്തോടുകൂടി പോലീസും വനം വകുപ്പും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഏതായാലും അവർ പറയുന്നത്, പോലീസൊക്കെ പറയുന്നത്, തട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അങ്ങനെയുള്ള സാധ്യതകളൊന്നും നിലനിൽക്കുന്ന പ്രദേശമല്ല ഇവിടം എന്നാണ് ഈ പറയുന്ന വെള്ളച്ചാട്ടം നടക്കുന്ന സ്ഥലം എന്നാണ് പറയുന്നത്. അങ്ങനെ 2 സാധ്യതകൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇനി വന്യമൃഗങ്ങൾ ആക്രമിച്ചിട്ടുണ്ടോ? അതോ പെൺകുട്ടി എങ്ങാനും കാൽ വഴുതി കൊക്കയിലേക്ക് വീണു പോയിട്ടുണ്ടോ? ഇതിനും അപ്പുറമാണ്, തട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ? വനാന്തരങ്ങളിൽ ഒളിച്ചിരുന്നിട്ടുള്ള മറ്റാരെങ്കിലും ഉണ്ടോ? ആരായിരിക്കാം അവിടെ ഉണ്ടായിരുന്നിട്ടുണ്ടാകുക? ഈ കൊച്ചു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് അവിടെ ആരായിരുന്നു ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ധാരാളമായിട്ട് വിനോദസഞ്ചാരികളൊക്കെ എത്തുന്ന ഒരു ഇടം കൂടിയാണ് മാണിക്കധാര വ്യൂ പോയിന്റ്. അപ്പോൾ ഇവിടെ സമീപത്ത് നിന്ന് പെട്ടെന്ന് ഒരാളെ കാണാതെ ആവുക എന്ന് പറയുന്നത് തികച്ചും അസ്വാഭാവികമാണ് എന്നുള്ളത് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കാരണം വളരെയധികം ക്രൗഡഡ് ആയിട്ടുള്ള, അതായത് നിരവധി വിനോദസഞ്ചാരികൾ വന്നു ചേരുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് മാണിക്കധാര വെള്ളച്ചാട്ടം. അവിടെ നിന്ന് എങ്ങനെയാണ് കൂട്ടത്തിൽ പെട്ടെന്ന് തന്നെ ഈ പെൺകുട്ടി കാണാതെയാകുന്നത്? അതാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള പ്രദേശവാസികളും എല്ലാം ചോദിക്കുന്നത്, അവർക്കറിയാമല്ലോ അവരുടെ നാടിന്റെ ഒരു രീതി എങ്ങനെയാണ്. അവിടെ എപ്പോഴെല്ലാം ആൾക്കൂട്ടം ഉണ്ടാകാം, എപ്പോഴെല്ലാം ആൾക്കൂട്ടം ഉണ്ടാകാതെ ഇരിക്കാം, അവിടെ ഏത് പോയിന്റിലേക്ക് പോകുമ്പോഴാണ് ഏറ്റവും അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നാട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. കൂടാതെ ചന്ദ്രദ്രോണ എന്ന് പറയുന്ന മലനിരകളുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ഈ പെൺകുട്ടി വഴിതെറ്റി പോയിട്ടുണ്ടോ, അതിനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നൊക്കെയും പരിശോധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദുരന്ത നിവാരണ സേന, ഫയർഫോഴ്സ്, വനം വകുപ്പ് ഇവരെല്ലാവരും ചേർന്ന് സംയുക്തമായിട്ടാണ് ഇപ്പോഴത്തെ ഈ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 50ഓളം പേരടങ്ങുന്ന സംഘം കാടിന്റെ ഓരോ മുക്കും മൂലയും ഒക്കെ പരിശോധന നടത്തുന്നുണ്ട്. കനത്ത മഞ്ഞുണ്ട്, മഴ സാധ്യതയും ഒക്കെ തിരച്ചിലിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാടിന്റെ ഭൂപ്രകൃതിയും വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും വലിയ വെല്ലുവിളിയാണ് എന്നുള്ളത് ഇവർ പറയുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസും വനം വകുപ്പും ഫയർഫോഴ്സും എല്ലാവരും ശ്രീനന്ദയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൽ തന്നെയാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ്. കാരണം ഇനിയൊരു ദുരന്തം കേൾക്കാനുള്ള ത്രാണി ഇല്ല എന്നുള്ളതാണ്. മറ്റൊരു വലിയ ആശങ്കയുടെ മുൾമുനയിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയിട്ട് അധികം സമയമായിട്ടുള്ള, ശരണ്യ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ദുരൂഹതയും കാര്യങ്ങളും എല്ലാം എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ ആശങ്കയുടെ മുൾമുനയിൽ നിന്നാണ് സമൂഹം ഒന്ന് ശ്വാസം വിട്ടു എന്ന് പോലും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് ദുരൂഹ സാഹചര്യത്തിൽ ശ്രീനന്ദ എന്ന് പറയുന്ന 15 വയസ്സുകാരി, ശ്രീനന്ദ അങ്ങനെ അങ്ങ് പെട്ടെന്ന് കൂട്ടം തെറ്റി ഇനി ഒരു അതിസാഹസികത കാണിക്കാൻ മുതിരുന്ന ഒരു പ്രായമൊന്നുമല്ല. കൂട്ടം തെറ്റിയാൽ അവിടെ എന്തുണ്ടാകും? പൂർണ്ണമായിട്ടും കൂട്ടത്തോടൊപ്പം ചേർന്ന് പോകാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുന്ന ഒരു പ്രായമാണ് ഈ പ്രായം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അതിസാഹസികത കാണിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല. എന്നാലും ഇത്തരത്തിലുള്ള ഈ വനമേഖലകളിലെല്ലാം എന്താണ് ഇത്തരത്തിൽ ദുരൂഹമായിട്ട് ഉണ്ടാകുന്നത്? എവിടെയൊക്കെയാണ് ഈ വനത്തിനുള്ളിൽ ട്രക്കിങ്ങിന് പോകുന്നവർ എവിടേക്കാണ് ഇങ്ങനെ പെട്ടെന്ന് കണ്ണ് തെറ്റി പോകുന്നത്? ഇത്തരത്തിൽ ഇതിനു മുമ്പ് പോയിട്ട് വന്നിട്ടുള്ളവരുണ്ടോ? ഇതിപ്പോ തിരിച്ചറിഞ്ഞത് കൊണ്ട് വാർത്തയായി എന്നുള്ളത് മാത്രമാണ്. എന്നാൽ ഇത്തരത്തിൽ വളരെ ഈസിലി പോയി കാര്യങ്ങൾ നടത്തി തിരിച്ചു പോരുന്നുണ്ട്. വനത്തിനുള്ളിൽ ഇവരെ കാത്തിരിക്കുന്നത് ആരാണ്? ഈ 3 ദിവസം, ശരണ്യയുടെ കാര്യത്തിൽ അതാണ് ഏറ്റവും വലിയ ചോദ്യം. 3-4 ദിവസം വനത്തിനുള്ളിൽ നിന്നിട്ട് കാട്ടാറിലെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത്രയും ഊർജ്ജസ്വലതയോടുകൂടി ശരണ്യക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നത്? ഒരു വലിയ മരത്തിന്റെ ചുവട്ടിലാണ് ശരണ്യയെ കണ്ടെത്തുന്നത്. ശരണ്യ അവിടെയാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഇനി കായ്ക്കളും കനികളും ഒക്കെ കഴിച്ചുകൊണ്ടാണെങ്കിൽ പോലും ഇത്രത്തോളം ഊർജ്ജസ്വലതയോടുകൂടി യാതൊരു പരിഭ്രമവുമില്ലാതെ, അതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം, യാതൊരു പരിഭ്രമവുമില്ലാതെയാണ് ശരണ്യയെ കണ്ടെത്തുന്നത്. ശരണ്യയെ അത്രയത്തിൽ കണ്ടെത്തിയത് കൊണ്ട് തന്നെയാണ് എല്ലാവരും ദുരൂഹതയൊക്കെ പറയുന്നത്. അത് ട്രക്കിങ്ങിന് പോയിട്ടുള്ളവർ, മുൻ പരിചയമുള്ളവരൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ശ്രീനന്ദ
എവിടെയാണ്, ശ്രീനന്ദയ്ക്ക് എന്തു പറ്റി, ഇതൊക്കെ അറിയാനുള്ള ആകാംക്ഷയിലാണ് ജനസമൂഹം മുഴുവനുമുള്ളത്. എന്തായാലും ശ്രീനന്ദയ്ക്ക് യാതൊരു അപകടവും കൂടാതെ തിരിച്ചു വരാൻ വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം.